ഇതുപോലൊരു മണ്ടൻ ചെറുക്കാൻ ലോകത്ത് വേറെ കാണൂല. എടാ വണ്ടിയിൽ എണ്ണ തീർന്നു പോയി. പിന്നെ പമ്പ് വരെ നടന്നുപോയി കുപ്പിയിലാണ് പെട്രോൾ അടിച്ചോണ്ട് വന്നത്. വരുന്ന വഴിക്ക് മീൻ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ പിടിച്ചാ? പെട്രോൾ വാങ്ങിക്കൊണ്ട് നടന്നു വരുന്ന വഴിക്ക് ഞാൻ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടോണ്ട് വരാൻ വേറെ കുപ്പിയില്ല. പിന്നെ ഞാൻ അത് പെട്രോളിനകത്ത് ഇട്ടോണ്ടാണ് വന്നത്. എന്നിട്ട് മീനെവിടെ? വണ്ടിയിൽ ഒഴിച്ചപ്പോ മീനിന്റെ കാര്യം ഓർത്തില്ല. നീ പേടിക്കണ്ട, എല്ലാ മീനും ഇതിനകത്ത് സേഫാണ്. പിന്നെ നിനക്ക് 6 സപ്ലി ഇല്ലേ കോളേജില്, ഇനി പേടിക്കണ്ട. എന്ത്? ജംഗ്ഷനിൽ പുതിയ കട തുടങ്ങി സപ്ലി ഉള്ളവർക്ക് പാസ്സാവാൻ വേണ്ടി. അതേത് കട? സപ്ലൈക്കോ. നീ ഈ തല വെളി കാണിക്കല്ലേ? എന്താടാ മുടി കൊഴിച്ചിലുള്ളോണ്ടാണ്? നീ പാട്ടോടിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ നിർത്തിയടാ. സാർ എന്നും വന്നിട്ട് പറയും വീട്ടിൽ പോയി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആരെയാ കൊടുത്തിട്ട് സ്വാഗതം ചെയ്യേ? സ്വാഗതം അല്ലടാ പൊട്ടാ, സാധകം. ഓ ഇനി സാധികയെ വിളിച്ച് വീട്ടിൽ കയറ്റിട്ടാണ് അമ്മ തുടുപ്പിനടിക്കുക. ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? പോയി. അതാ ചോദിച്ചത്, പോയിട്ട് എന്തായി? അതാ പറഞ്ഞത് അത് പോയെന്ന്. എങ്ങനെ? അവര് ചോദിച്ചു, ഒരു 50 ലക്ഷം രൂപ നിനക്ക് തന്നാ നീ ഈ കമ്പനിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അത് വാങ്ങിയിട്ട് ഈ ജോലി അങ്ങ് റിസൈൻ ചെയ്യുമെന്ന്. നിന്നെ നിന്റെ വീട്ടില് പട്ടി അടിച്ചെന്ന് കേട്ട്. പിന്നെ അതിന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അതിന്റെ ബിസ്ക്കറ്റും പാലും ഞാൻ അടിച്ചു മാറ്റിയാ പിന്നെ അത് എത്രയെന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കും. ഇനി പെഡിഗിരി ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊക്കെ ആര് തിന്നിട്ട് തന്നെയാ ഇനിയാന്ന് വയറിളായി കിടന്ന്? അത് കട്ടൻ ചായയാണെന്ന് എഴുതി അപ്പൂപ്പന്റെ തൈലും എടുത്ത് കുടിച്ചു. അത് മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം.